ഇവിടെ ഞാൻ ഉദ്ദേശിക്കുന്നത് ഇസ്തിഗ്ഫാർ നമ്മുടെ ജീവിതത്തിൽ അധികരിപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കാവുന്ന ഒരുപാട് നേട്ടങ്ങളുണ്ട്. അസ്തഗ്ഫിറുള്ള എത്രയും റബ്ബിഗ്ഫിർലി എത്രയും അതൊക്കെ അതിൻ്റെ ഒരു ചുരുങ്ങിയ രൂപങ്ങൾ മാത്രമാണ്. അസ്തഗ്ഫിറുല്ലാഹ്, ഞാൻ അള്ളാഹുവിനോട് പൊറുക്കലിനെ ചോദിക്കുന്നു. അല്ലെങ്കിൽ റബ്ബിഗ്ഫിർലി, എന്നോട് പൊറുക്കണേ എൻ്റെ രക്ഷിതാവേ. അല്ലെങ്കിൽ അല്ലാഹുമ്മഗ്ഫിർലി, അള്ളാഹുവേ നീ എനിക്ക് പൊറുത്തു തരണമേ. ഇങ്ങനെ ചെറിയ നിലക്കുള്ള ഇസ്തിഗ്ഫാർ തൊട്ട് വലിയ നിലക്കുള്ള പ്രാർത്ഥനയായ സയ്യിദുൽ ഇസ്തിഗ്ഫാർ, അല്ലാഹുമ്മ അൻത റബ്ബി ലാ ഇലാഹ ഇല്ലാ അൻത എന്ന് തുടങ്ങിയിട്ടുള്ള സയ്യിദുൽ ഇസ്തിഗ്ഫാർ, ധാരാളം ഇസ്തിഗ്ഫാറിൻ്റെ രൂപങ്ങളുണ്ട്, വചനങ്ങളുണ്ട്. ഇതൊക്കെയും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മനസ്സറിഞ്ഞ് പറഞ്ഞാൽ, ആത്മാർത്ഥമായി റബ്ബിനോട് പാപമോചനത്തേട്ടം നടത്തിയാൽ നമുക്ക് കിട്ടുന്ന ഒരുപാട് ഗുണങ്ങളുണ്ട്. ആ ഗുണങ്ങളാണ് ഓരോന്നും നിങ്ങളുടെ മുമ്പിൽ എണ്ണി പറയുവാൻ ഉദ്ദേശിക്കുന്നത്. നമ്മളത് മനസ്സിലാക്കി വെക്കണം. അതൊക്കെ മനസ്സിലാക്കുമ്പോൾ ഇസ്തിഗ്ഫാറിന് നമ്മൾ കൂടുതൽ സമയം കണ്ടെത്തും എന്ന കാര്യത്തിൽ സംശയമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്കും നിങ്ങൾക്കും ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിച്ചുകൊണ്ട് അതിലൂടെ റബ്ബിൻ്റെ അടുക്കൽ വലിയ സ്ഥാനം നേടുവാനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. സഹോദരങ്ങളെ, ഒന്നാമത്തെ ഗുണം അത് നമ്മുടെ ഹൃദയത്തെ ശുദ്ധീകരിക്കും എന്നുള്ളതാണ്. പാപമോചനത്തേട്ടം നടന്നു കഴിഞ്ഞാൽ, അത് വർദ്ധിപ്പിച്ചുകൊണ്ടിരുന്നാൽ നമ്മുടെ ഹൃദയത്തെ അത് ശുദ്ധീകരിക്കും, വൃത്തിയാക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്, ഇന്നൽ അബ്ദ ഇദാ അഖ്തഅ ഖതീഅതൻ നുകിതത് ഫീ ഖൽബിഹി നുക്തത്തുൻ സൗദാ ഫഇദാ ഹുവ നസഅ വസ്തഗ്ഫറ വതാബ സഖല ഖൽബുഹു വഇൻ ആദ സീദ ഫീഹാ ഹത്താ തഅലുവ ഖൽബുഹു വഹുവ الران الذي ذكر الله كلا بل ران على قلوبهم ما كانوا يكسبون. നമ്മൾ ശരിക്കും ശ്രദ്ധിക്കണം സഹോദരങ്ങളെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പറഞ്ഞു തരികയാണ്, ഒരടിമ ഒരു തെറ്റ് ചെയ്യുമ്പോൾ, ഒരടിമ ഒരു പാപം ചെയ്താൽ, സഹോദരങ്ങളെ നമ്മൾ ആരായിരുന്നാലും നമ്മൾ ഒരു തിന്മ ചെയ്താൽ, ഒരു പാപം ചെയ്താൽ, അതിലൂടെ നമ്മുടെ ഹൃദയത്തിൽ നുക്തത്തുൻ സൗദ, ഒരു കറുത്ത പുള്ളി അവിടെ വീഴുകയാണ്. അത് നമ്മൾ നോക്കിയാൽ കാണുന്ന കറുത്ത പുള്ളിയല്ല, നമ്മുടെ ഹൃദയത്തിൻ്റെ വിശുദ്ധിക്കകത്ത് ഒരു കറുത്ത പാട് വീഴുകയാണ്, പുള്ളി വീഴുകയാണ്. എന്നിട്ട് ഫൈദാഹു അനസഅ, അങ്ങനെ ഈ മനുഷ്യൻ എന്തു ചെയ്തു? അവൻ അതിൽ ഖേദം തോന്നി. ആ തിന്മ ചെയ്ത കാര്യത്തെ സംബന്ധിച്ചിടത്തോളം അവന് ഖേദം തോന്നുകയും അതുപോലെ തന്നെ അവൻ വസ്തഗ്ഫറ, അല്ലാഹുവിനോട് പൊറുക്കലിന് ചോദിക്കുകയും പശ്ചാത്തപിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ സഖുല ഖൽബുഹു, അവൻ്റെ ആ ഹൃദയം ക്ലീൻ ആവുകയാണ്. അവൻ്റെ ഹൃദയം ഇങ്ങനെ സ്ഫുടം ചെയ്തെടുക്കുകയാണ്, നല്ല തിളങ്ങുന്ന ഹൃദയമായി മാറും. അതേ അവസരത്തിൽ വഇൻ ആദ സീദ ഫീഹാ ഹത്താ തഅലുവ ഖൽബുഹു, വീണ്ടും പാപം ചെയ്യുമ്പോഴോ അവൻ്റെ ഹൃദയത്തിൽ അതിങ്ങനെ നിറയാണ്. ഓരോ പാപങ്ങൾ ചെയ്യുന്തോറും ഹൃദയവിശുദ്ധിക്ക് ഇങ്ങനെ തകരാറ് സംഭവിച്ച് അവിടെ ഇങ്ങനെ കറുത്ത പുള്ളികൾ ഇങ്ങനെ വീണ് അതവൻ്റെ ഹൃദയത്തെ അങ്ങ് എന്തു ചെയ്യും? അതിജയിക്കും. അവൻ്റെ ഹൃദയത്തിൽ പിന്നെ മുഴുക്കെ ഓരോ പാപങ്ങളും ചെയ്യുമ്പോൾ ഓരോ കുത്തുവീഴല്ലേ, ധാരാളം സംഭവിക്കുമ്പോൾ അത് ഹൃദയത്തിൽ നിറയും. അതാണ് ഹൃദയത്തിന് കറ പിടിക്കുക. ഇരുമ്പിന് തുരുമ്പ് വരും പോലെ ഹൃദയത്തിന് ക്ലാവ് പിടിക്കുക, കറ പിടിക്കുക എന്ന് പറയുന്നത് വിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ, കല്ലാ ബൽ റാന അലാ ഖുലൂബിഹിം മാ കാനൂ യക്സിബൂൻ. അവരുടെ ഹൃദയങ്ങളിൽ കറ വീണിരിക്കുകയാണ്. അവരുടെ ഹൃദയങ്ങളിൽ ഒരു തരം കറ വന്ന് വീണിരിക്കുകയാണ് അവർ പ്രവർത്തിച്ച ചെയ്തികൾ നിമിത്തം. കണ്ടോ? അപ്പൊ സുഹൃത്തുക്കളെ, നമ്മുടെ ഹൃദയത്തിൽ ഓരോ പാപങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ നമ്മൾ ചെയ്തു പോകുമ്പോൾ നമ്മുടെ വിശുദ്ധമായ ഹൃദയത്തിൽ ഇങ്ങനെ കറുത്ത പുള്ളികൾ വീഴണം. ഇനി ഇത് കഴുകിക്കളയണമെങ്കിൽ ഇസ്തിഗ്ഫാറിലൂടെ മാത്രമേ നടക്കുകയുള്ളൂ. ഇസ്തിഗ്ഫാറും തൗബയും ഒക്കെയാണ് നമ്മുടെ ഹൃദയത്തെ ശുദ്ധീകരിക്കുവാനുള്ള വഴി. മഹാനായ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലയോട്
ശിഷ്യനായ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ല ഒരിക്കൽ ചോദിക്കുകയുണ്ടായി. ജനങ്ങളിൽ ചില ആളുകൾ ചോദിക്കുന്നുണ്ട്, ശൈഖ് അവറുകളെ, എന്താ ചോദിക്കുന്നത് എന്നോട്? അയ്യുമാ അൻഫഉ ലിൽ അബ്ദി അത്തസ്ബീഹു അവിൽ ഇസ്തിഗ്ഫാർ. ഒരു മനുഷ്യന് ഏറ്റവും ഉപകാരം ഏതാണ്? അവൻ തസ്ബീഹ് വർദ്ധിപ്പിക്കലാണോ അഥവാ സുബ്ഹാനല്ലാഹ് പോലെയുള്ള ആ നിലക്കുള്ള തസ്ബീഹുകളും ദിക്റുകളും വർദ്ധിപ്പിക്കലാണോ ഒരാൾക്ക് ഏറ്റവും പ്രയോജനം? അവിൽ ഇസ്തിഗ്ഫാർ, അതോ ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കലാണോ ഒരാൾക്ക് ഏറ്റവും പ്രയോജനപ്രദമായത് എന്ന ചോദ്യത്തിന് ഫഖാല, ശൈഖ് മറുപടി കൊടുത്തത് എന്താണെന്നറിയോ? ഇദാ കാന സൗബു നഖിയൻ ഫൽ ബുഖൂറു വമാഉൽ വർദി അൻഫഉ ലഹു വഇൻ കാന ദനിസൻ ഫസ്സാബൂനു വൽ മാഉ അൻഫഉ ലഹു. എന്താണ് ആ പറഞ്ഞതിന്റെ ഉദ്ദേശം? ഒരാളുടെ വസ്ത്രം നല്ല നീറ്റാണ്, ഒരാളുടെ വസ്ത്രം നല്ല വൃത്തിയുള്ള ശുദ്ധിയുള്ള വസ്ത്രമാണെങ്കിൽ അതിൽ ഏറ്റവും നല്ലത് പിന്നെ എന്താണ്? അതിൽ ബുഖൂർ അടിക്കുക, നല്ല രൂപത്തിലുള്ള മണവസ്തുക്കൾ, ആ രൂപത്തിലൊക്കെ സുഗന്ധ വസ്തുക്കളൊക്കെ ഉപയോഗിക്കുക, പുകയ്ക്കുക. അതുപോലെ തന്നെ നല്ല രൂപത്തിലുള്ള സുഗന്ധമുള്ള വസ്തുക്കൾ എന്തൊക്കെയാണെങ്കിൽ അതൊക്കെ തേക്കുക, ഉപയോഗിക്കുക. ഇതൊക്കെയാണ് ഒരാളുടെ ഹൃദയം, ഒരാളുടെ വസ്ത്രം നല്ലതാണെങ്കിൽ. വസ്ത്രം ക്ലീനാണെങ്കിൽ പിന്നെ അതിൽ സുഗന്ധമൊക്കെ ഉപയോഗിക്കലാണ് നല്ലത്. അതാണ് മാവുൽ വറുദ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പനിനീർ വെള്ളമാണ്. അന്നൊക്കെ ആ കാലഘട്ടത്തിൽ അതല്ലേ ഉള്ളൂ, അവരുടെയൊക്കെ കാലഘട്ടത്തിൽ. അപ്പൊ ഏറ്റവും നല്ല മണമുള്ള നല്ല രൂപത്തിലുള്ള ബുഖൂറും അതുപോലെ തന്നെ മാഉൽ വറുദും ഒക്കെ ഉപയോഗിക്കലാണ് ശുചിയായ വസ്ത്രം കൊണ്ട് നടക്കുന്ന ഒരാളുടെ വസ്ത്രത്തിൽ നല്ലത്. വൈകാന ധനിസൻ, ഒരാളുടെ വസ്ത്രം വൃത്തിയില്ലെങ്കിലോ പിന്നെ അതിലെന്ത് സ്പ്രേ അടിച്ചിട്ടൊന്നും കാര്യമില്ല, അതിൽ സുഗന്ധം പുരട്ടിയിട്ടൊന്നും കാര്യമില്ല. ഒരാളുടെ വസ്ത്രം വിശുദ്ധമല്ല, അത് അഴുക്ക് പുരണ്ടതാണെങ്കിൽ അവിടെ നല്ലതെന്താണ്? ഫസ്സാബൂനു വൽ മാഉ അൻഫഉ ലഹു. അവിടെ സോപ്പൊക്കെ ഉപയോഗിച്ച് ഡിറ്റർജന്റ് ഉപയോഗിച്ച് നല്ല ക്ലീൻ ആക്കുക വേണ്ടത്, വെള്ളമൊക്കെ ഉപയോഗിച്ചിട്ട്. എന്താണ് ആ പറഞ്ഞതിൻ്റെ ഉദ്ദേശം? തസ്ബീഹുകൾ നമ്മുടെ സുഗന്ധപൂരിതമായ വസ്തുക്കളോടാണ് സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നത് അവിടെ. അപ്പൊ നല്ല വസ്ത്രം ധരിച്ചവർക്ക് അത് തസ്ബീഹും ദിക്റുകളും ഒക്കെ അധികരിപ്പിക്കുക. അതേ അവസരത്തിൽ പാപമംഗലമായ ജീവിതത്തിലൂടെയാണ് മുന്നോട്ട് പോകുന്നതെങ്കിലോ ആദ്യം ആ കറയൊക്കെ ഒന്ന് കഴുകിക്കളയണ്ടേ. അപ്പൊ അവൻ ഇസ്തിഗ്ഫാറാണ് ഏറ്റവും ഉപകാരപ്രദമാവുക എന്ന് അദ്ദേഹം മറുപടി പറഞ്ഞു എന്നാണ് നമുക്ക് അൽവാബിലു സ്വയ്യിബ് എന്ന ഗ്രന്ഥത്തിൽ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ രേഖപ്പെടുത്തിയതായി നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അപ്പൊ സഹോദരങ്ങളെ, ഒന്നാമത്തെ ഗുണം, ഇസ്തിഗ്ഫാറിന്റെ ഒന്നാമത്തെ പ്രയോജനം, അത് നമ്മുടെ ഹൃദയത്തെ നിർമ്മലമാക്കും, അഴുക്കുകളിൽ നിന്ന് ശുദ്ധിയാക്കും, പരിശുദ്ധപ്പെടുത്തും എന്നുള്ളതാണ്. രണ്ടാമത്തെ ഗുണം, അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് നമുക്ക് പാപമോചനം ലഭിക്കും. അള്ളാഹു ഓഫർ ചെയ്തിട്ടുണ്ട്, എന്നോട് ഇസ്തിഗ്ഫാർ ചെയ്യുന്നവർക്ക് ഞാൻ ഏറെ പുറത്തു കൊടുക്കുമെന്ന് വളരെ ശക്തമായ ശൈലിയിൽ പറഞ്ഞിട്ടുണ്ട്. وَإِنِّي لَغَفَّارٌ لِمَنْ تَابَ وَآمَنَ وَعَمِلَ صَالِحًا وَإِنِّي لَغَفَّارٌ لِمَنْ تَابَ وَآمَنَ وَعَمِلَ صَالِحًا ثُمَّ اهْتَدَى. അള്ളാഹു വളരെ കൃത്യമായി തന്നെ പറഞ്ഞു. ആ ശൈലി നിങ്ങൾ നോക്കണം. വ ഇന്നി, നിശ്ചയമായും ഞാൻ എന്നാ പറയുന്നത്. അവിടെ തന്നെ ഒരു തഅ്കീദിന്റെ പ്രയോഗം വന്നു, തീർച്ചയായും. പിന്നെയോ ല, ശക്തിയായി തന്നെ പറയാണ്. ല ഗഫാറുൻ, ധാരാളമായി പുറത്തു കൊടുക്കുക തന്നെ ചെയ്യും. അപ്പൊ അവിടെ ഇന്ന എന്ന പ്രയോഗമുണ്ട്, ഭാഷയിൽ ശക്തി കൂട്ടുന്ന പ്രയോഗമാണ്. ലാമ് അത് തഅ്കീദിന്റെ അഥവാ ഇതേപോലെ തന്നെ ശക്തി കൂട്ടുന്ന പ്രയോഗമാണ്. പിന്നെ ഗഫാർ എന്നാ പറയുന്നത്, ഗാഫിർ എന്നല്ല. ഗാഫിർ എന്ന് പറഞ്ഞാൽ പൊറുക്കുന്നവൻ എന്നേ അർത്ഥമുള്ളൂ. ഗഫാർ എന്നാകുമ്പോഴോ ധാരാളമായി പൊറുക്കുന്നവൻ. അപ്പൊ അത്രയും തീർച്ചയായും ഞാൻ ധാരാളം പുറത്തു കൊടുക്കുക തന്നെ ചെയ്യും. ആർക്ക്? പശ്ചാത്തപിച്ചവർക്ക്, വിശ്വസിച്ചവർക്ക്, നല്ല പ്രവർത്തനം ചെയ്തുകൊണ്ട് പിന്നീട് അങ്ങോട്ടുള്ള ജീവിതത്തെ മെച്ചപ്പെടുത്തിയവർക്ക്, നല്ല ജീവിതത്തിലൂടെ പിന്നീട് മുന്നോട്ട് പോകുന്നവർക്ക് അല്ലാഹു തആല ധാരാളമായി പുറത്തു കൊടുക്കും. അപ്പൊ രണ്ടാമത്തെ ഗുണം, നമ്മുടെ പാപങ്ങൾ അല്ലാഹു തആല പുറത്തു തരും. മൂന്നാമത്തെ പ്രത്യേകത, മൂന്നാമത്തെ നേട്ടം, പരലോകത്ത് വെച്ച് അവന്റെ നന്മയുടെ റെക്കോർഡ് കാണുമ്പോൾ അവന്റെ മനസ്സ് വല്ലാതെ സന്തോഷിക്കും. ഇസ്തിഗ്ഫാറുകൾ ഇങ്ങനെ നിറഞ്ഞു കിടക്കുന്ന വീട്, പരലോകത്ത് വെച്ച് തൻ്റെ
കർമ്മരേഖ നൽകപ്പെടുമ്പോൾ അതിൽ ഇസ്തിഗ്ഫാറിന്റെ എണ്ണം ഇങ്ങനെ ധാരാളം കാണുമ്പോൾ, കാരണം ഡെയിലി ദിവസേന അവൻ ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. നടത്തത്തിലും ഇരുത്തത്തിലും കിടത്തത്തിലും അവസരങ്ങളിലും ഒക്കെ അവനിങ്ങനെ ഇസ്തിഗ്ഫാർ, അതിങ്ങനെ അവൻ്റെ നന്മയുടെ റെക്കോർഡിൽ ഇങ്ങനെ വളരെ കൃത്യമായിട്ട് കാണുമ്പോൾ അവൻ്റെ മനസ്സിലിങ്ങനെ വല്ലാത്തൊരു സന്തോഷം. മഹദിയായി നമ്മുടെ ഉമ്മയിൽ നിന്നുള്ള റിപ്പോർട്ടിൽ കാണാം, ഉമ്മ പറഞ്ഞു, തൂബാ ലിമൻ വജദ ഫീ സഹീഫതിഹി ഇസ്തിഗ്ഫാറൻ കസീറാ ഇസ്തിഗ്ഫാറൻ കസീറൻ യൗമൽ ഖിയാമ. ഒരു മനുഷ്യന് മംഗളം, അവര് പറയാണ്, ഒരാൾക്ക് മംഗളം, അഭിനന്ദനങ്ങൾ, ആശംസകൾ. എങ്ങനെയുള്ളവരാണ് അയാൾ? ലിമൻ വജദ ഫീ സഹീഫതിഹി, നാളെ പരലോകത്ത് അദ്ദേഹത്തിന്റെ നന്മയുടെ റെക്കോർഡിന്റെ കണക്ക് പുസ്തകത്തിൽ അദ്ദേഹം കണ്ടെത്തുന്നു ഇസ്തിഗ്ഫാറൻ കസീറ, ധാരാളം ഇസ്തിഗ്ഫാറുകൾ കാണാൻ കഴിയുക എന്നുള്ളത് വലിയ ഒരു സൗഭാഗ്യമായിരിക്കും. അത് അയാൾക്ക് അവിടെ വെച്ച് വലിയൊരു സന്തോഷത്തിന് കാരണമാകും. മൂന്നാമത്തെ ഫലം അതാണ്. നാലാമത്തെ ഗുണം, അത് നമ്മെ നരകശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുത്താനുള്ളൊരു കാരണമാണ്. ഇസ്തിഗ്ഫാറിലൂടെ നരകശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടും. നമ്മളിപ്പോൾ ഈ റമദാനിൽ അള്ളാഹുവിനോട് തേടിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്, അള്ളാഹുവേ നീ എന്നെ നരകാഗ്നിയിൽ നിന്ന് മോചിപ്പിക്കണമേ, നരകത്തിയിൽ നിന്ന് എന്നെ രക്ഷിക്കണേ എന്ന് മനമുരുകി നമ്മുടെ രാപ്പകലുകളിലെ പ്രാർത്ഥനകളിൽ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം നരകമോചനത്തിനൊരു കാരണമാണത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നരകം കാണിക്കപ്പെട്ടതിൻ്റെ ശേഷം അള്ളാഹുവിൻ്റെ റസൂല് സഹാബ വനിതകളോട് സംസാരിച്ച ഒരു സംസാരമുണ്ട്. പ്രസിദ്ധമായ ഹദീസാണത്. നരകത്തിൻ്റെ ഭീകര ദൃശ്യങ്ങൾ കണ്ടതിൻ്റെ ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബ വനിതകളെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, യാ മഅ്ശറൻ നിസാ, ഓ സ്ത്രീകളുടെ സമൂഹമേ, തസദ്ദഖ്നാ, നിങ്ങൾ ധർമ്മം കൊടുക്കണേ, വ അക്സിർനൽ ഇസ്തിഗ്ഫാർ, നിങ്ങൾ ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കണേ. കണ്ടോ, രണ്ട് കാര്യങ്ങളാ പറഞ്ഞത്. നിങ്ങൾ സദഖ കൊടുക്കണേ, വ അക്സിർനൽ ഇസ്തിഗ്ഫാർ, നിങ്ങൾ ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കുകയും ചെയ്യണേ. ഫഇന്നീ റഅയ്തുകുന്ന അക്സറ അഹ്ലിന്നാർ, നരകവാസികളിൽ ബഹുഭൂരിഭാഗത്തെയും ഞാൻ കണ്ടത് നിങ്ങളെയാണ്. നിങ്ങൾ അതിൽ നിന്ന് രക്ഷപ്പെടാൻ നിങ്ങൾ സദഖയും ചെയ്യണം, ഇസ്തിഗ്ഫാർ നിങ്ങൾ അധികരിപ്പിക്കണം. അപ്പൊ ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കുന്നതിലൂടെ നരകമോചനമാണ് നമുക്ക് ഓഫർ ചെയ്യപ്പെട്ടിട്ടുള്ളത്. അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ആയിഷ ഉമ്മ ബീവി റളിയല്ലാഹു തആല അൻഹ ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ചോദിക്കുകയാണ് ഒരാളെ സംബന്ധിച്ച്. അയാൾ ആരാണ്? ഇബ്നു ജുദ്ആൻ എന്നാണ് അയാൾ അറിയപ്പെടുന്നത്. ഇബ്നു ജുദ്ആൻ എന്ന പേരുള്ള ഒരു വ്യക്തി, അദ്ദേഹം നല്ല മനുഷ്യനായിരുന്നു ജാഹിലിയ കാലത്ത്. എന്തൊക്കെ അയാൾ ചെയ്യും? യസിലുർ റഹിമ, കുടുംബബന്ധം ധാരാളമായി ചേർക്കാൻ വളരെ താല്പര്യം കാണിച്ചിരുന്ന ഒരു വ്യക്തിയാണ്. വയുത്ഇമുൽ മിസ്കീൻ, അഗതികളായ ആളുകൾക്ക് ഇഷ്ടം പോലെ അന്നദാനം നടത്തുന്നതിൽ മുൻപന്തിയിലുണ്ടായിരുന്ന ആളാണ്. ആയിഷ ബീവി അവരെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ഒരിക്കൽ ചോദിച്ചു, അതൊക്കെ അവർക്ക് ഉപകരിക്കുമോ പ്രവാചകരെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മറുപടി നമ്മൾ ശ്രദ്ധിക്കണം. ലാ യൻഫഉഹു, അത് ഇബ്നു ജുദ്ആനിന് അത് ഉപകരിക്കൂല. അയാൾ എന്ത് ജീവകാരുണ്യ പ്രവർത്തനമോ അന്നദാനോ എന്ത് ഇരുട്ടെന്താ, അത് അയാൾക്ക് ഉപകരിക്കുകയില്ല. കാരണം പറഞ്ഞത് ശ്രദ്ധിക്കണം. ഇന്നഹു ലം യഖുൽ യൗമാ, ആ മനുഷ്യൻ ജീവിതത്തിൽ ഒരിക്കൽ പോലും ഒരു ദിവസം പോലും അയാൾ ഇപ്രകാരം പറഞ്ഞിട്ടില്ല. എപ്രകാരം? റബ്ബിഗ്ഫിർലി ഖതീഅതി യൗമദ്ദീൻ, പുനരുത്ഥാന നാളിൽ വിചാരണയുടെ ദിവസം എൻ്റെ പാപങ്ങളെല്ലാം നീ എനിക്ക് പൊറുത്തു തരണേ റബ്ബേ എന്ന് ജീവിതത്തിൽ ഒരിക്കൽ പോലും ഒരു ദിവസം പോലും ആ മനുഷ്യൻ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് അയാളുടെ സൽക്കർമ്മങ്ങൾ റബ്ബിന് വേണ്ട. അപ്പൊ അയാൾക്ക് ഇസ്തിഗ്ഫാർ അയാൾ തീരെ ചെയ്തിട്ടില്ല. അതുകൊണ്ട് അയാളുടെ കർമ്മങ്ങൾക്കൊന്നും വിലയില്ല. അപ്പൊ റബ്ബിൽ യഥാർത്ഥത്തിലുള്ള വിശ്വാസവും ആ റബ്ബിലുള്ള ഈമാനിന്റെ അടിസ്ഥാനത്തിൽ റബ്ബിനോട് പരലോക വിശ്വാസം ശരിക്കും മനസ്സിൽ ഉറപ്പിച്ച് അവിടെ എനിക്ക് പാപങ്ങൾ പുറത്തു തന്ന് എന്നെ ആലോകരുടെ മുമ്പിൽ വഷളാക്കാതെ എൻ്റെ പാപങ്ങളെല്ലാം മറച്ചു വെക്കണേ എന്ന് ഒരിക്കൽ പോലും അയാൾ പറഞ്ഞിട്ടില്ല. അപ്പൊ അതിൽ നിന്ന് എന്താ നമ്മൾ മറുവശം വായിച്ചെടുക്കേണ്ടത്? അത് ധാരാളമായി പറയുന്നവർക്ക് നരകശിക്ഷയിൽ നിന്ന് മോചനം കിട്ടും. ഇതും നമ്മൾ ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ ഈ ചോദ്യോത്തരവും നമ്മൾ ആ വിഷയവുമായി ചേർത്തുകൊണ്ട് മനസ്സിലാക്കണം. ഇനി അഞ്ചാമത്തെ ഗുണം,
അള്ളാഹുവിൻ്റെ പ്രത്യേകമായ റഹ്മത്ത് കിട്ടാൻ ഇസ്തിഗ്ഫാർ കാരണമാകും എന്നാണ്. റഹ്മത്തുകൾ എണ്ണിയാലൊടുങ്ങാത്തതാണ്. റബ്ബിൻ്റെ റഹ്മത്തുകൾ എണ്ണാൻ ആർക്കാണ് സാധിക്കുക? നമ്മൾ അള്ളാഹുവിനോട് ധാരാളമായി പല പ്രാർത്ഥനകളിൽ അല്ലാഹുമ്മ റഹംനി എന്ന് ചോദിക്കുന്നവരാണ്, അല്ലേ? റബ്ബി ഗഫിർലി വറഹംനി എന്ന് നമ്മൾ പറയുന്നുണ്ട്. കരുണ ചെയ്യണേ, റഹ്മത്തിന് വേണ്ടി. ആ കാരുണ്യം, ആ റഹ്മത്ത് അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് പ്രത്യേകം നമുക്ക് രണ്ട് ലോകത്തും കിട്ടും. ഏതിലൂടെ? ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിച്ചാൽ. പരിശുദ്ധ ഖുർആൻ സൂറത്തുൻ നംലിലെ 46-ാമത്തെ ആയത്തിൽ ചോദിക്കുന്നുണ്ട്, ലൗലാ തസ്തഗ്ഫിറൂനല്ലാഹ ലഅല്ലകും തുർഹമൂൻ. ലൗലാ തസ്തഗ്ഫിറൂനല്ലാഹ്, അവർക്ക് അള്ളാഹുവിനോട് പൊറുക്കലിനെ ചോദിച്ചുകൂടെ? നിങ്ങൾക്ക് അള്ളാഹുവിനോട് പാപമോചനത്തിന് തേടിക്കൂടെ? ലഅല്ലകും തുർഹമൂൻ, എങ്കിൽ നിങ്ങൾക്ക് റഹ്മത്ത് ചെയ്യപ്പെടുമായിരുന്നല്ലോ. അപ്പൊ റബ്ബിന്റെ റഹ്മത്ത് കിട്ടാനുള്ളൊരു വഴിയാണ് ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കൽ. 6-ാമത്തെ പ്രധാനപ്പെട്ട ഗുണം, സ്വർഗത്തിലേക്ക് പ്രവേശിക്കുവാനുള്ള കാരണവുമാണത്. സ്വർഗപ്രവേശനത്തിന് നമ്മെ യോഗ്യരാക്കും എന്ത്? ഇസ്തിഗ്ഫാർ അധികരിപ്പിച്ചു കഴിഞ്ഞാൽ. പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, വല്ലദീന ഇദാ ഫഅലൂ ഫാഹിശതൻ ഔ ളലമൂ അൻഫുസഹും ദക്കറുല്ലാഹ ഫസ്തഗ്ഫറൂ ലിദുനൂബിഹിം വമൻ യഗ്ഫിറു ദുനൂബ ഇല്ലല്ലാഹ് വലം യുസിറൂ അലാ മാ ഫഅലൂ വഹും യഅലമൂൻ ഉലൈക ജസാഉഹും മഗ്ഫിറത്തും മിർ റബ്ബിഹിം وجنات تجري من تحتها الأنهار خالدين فيها. വിശുദ്ധ ഖുർആൻ കൃത്യമായി തന്നെ നമ്മെ ഓർമ്മപ്പെടുത്തിയത് എന്താണെന്നറിയോ? സത്യവിശ്വാസികളുടെ ഗുണം എന്താണ്? അവർ വല്ല നീചവൃത്തിയോ തെറ്റായ കാര്യങ്ങളോ ചെയ്താൽ ഉടനെ തന്നെ അവർക്ക് അത് തെറ്റാണെന്ന് ബോധ്യമായി കഴിഞ്ഞാൽ അവർ അള്ളാഹുവിനോട് പൊറുക്കലിനെ ചോദിക്കും. അവരുടെ തിന്മകളിൽ അവർ ഉറച്ചു നിൽക്കുകയില്ല. അങ്ങനെ ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കുന്ന സ്വഭാവമുള്ള വിശ്വാസികളെ സംബന്ധിച്ച് അള്ളാഹു പറഞ്ഞതെന്താ? ഉലൈക ജസാഉഹും, അക്കൂട്ടർ അവർക്കുള്ള പ്രതിഫലം എന്താണ്? അവരുടെ റബ്ബിങ്കൽ എന്നുള്ള പാപമോചനവും വജന്നാതുൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാറു ഖാലിദീന ഫീഹാ, ഒരിക്കലും പുറത്ത് കിടക്കേണ്ടതില്ലാത്ത നിലക്ക് ശാശ്വതമായി സ്വർഗത്തിൽ തന്നെ അവർക്ക് കഴിച്ചു കൂട്ടാവുന്ന നിലക്ക് അടിഭാഗത്തിലൂടെ അരുവികൾ ഒഴുകിക്കൊണ്ടിരിക്കുന്ന സ്വർഗങ്ങളാണ് അവർക്ക്, തോട്ടങ്ങളാണ് അവർക്ക് ലഭിക്കുവാനുള്ളത്. ഇതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ഇസ്തിഗ്ഫാർ അധികരിപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന പരമപ്രധാനമായ ഒരു നേട്ടം. 7-ാമത്തൊരു നേട്ടം കൂടി പറയാം. അതെന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ നാളെ പരലോകത്ത് നമ്മൾ എത്തുമ്പോൾ നമ്മൾ അറിയാതെ തന്നെ അള്ളാഹുവിൻ്റെ അടുക്കൽ നമുക്ക് സ്വർഗത്തിൽ ഇങ്ങനെ പദവി ഇങ്ങനെ കൂടി കൂടി വരികയാണ്. അത് നമ്മുടെ ഇസ്തിഗ്ഫാർ കൊണ്ടുമല്ല, നമ്മുടെ മക്കളുടെ ഇസ്തിഗ്ഫാർ കൊണ്ടാണെന്നത് നമ്മൾ ചേർത്ത് വായിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നല്ലാഹ അസ്സ വജല്ല ലയർഫഉ ദറജ ലിൽ അബ്ദി സ്വാലിഹി ഫിൽ ജന്ന ഫയഖൂലു യാ റബ്ബി അന്നാ ലി ഹാദിഹി ഫയഖൂലു ബിസ്തിഗ്ഫാരി വലദിക ലക. എന്താ പറയുന്നത്? അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു അടിമക്ക്, സ്വാലിഹായ അവൻ്റെ അടിമക്ക് സ്വർഗത്തിൽ ഇങ്ങനെ പദവി ഉയർത്തി കൊടുക്കുകയാണ്. പദവികൾ ഇങ്ങനെ അവന് ഉയർത്തി കൊടുക്കുമ്പോൾ ഈ അടിമ അള്ളാഹുവിനോട്, സ്വാലിഹായ ഈ മനുഷ്യൻ റബ്ബിനോട് ചോദിക്കും, യാ റബ്ബി, എൻ്റെ രക്ഷിതാവേ, അന്നാലി ഹാദിഹി, എങ്ങനെയാണ് ഇതൊക്കെ എനിക്ക് കിട്ടിയത്? എങ്ങനെയാണ് എൻ്റെ പദവി ഇപ്പോൾ ഇങ്ങനെ ഉയരുന്നത്? ഫയഖൂൽ, അപ്പോൾ റബ്ബ് പറയും, ബിസ്തിഗ്ഫാരി വലദിക ലക, നിനക്ക് വേണ്ടി നിന്റെ മോൻ, നിന്റെ മക്കൾ പാപമോചനത്തിന് വേണ്ടി തേടിയതിൻ്റെ ഫലമായിട്ടാണ് ഈ കിട്ടുന്നത് എന്ന് ആ രക്ഷിതാക്കളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്നിരിക്കുകയാണ്. അപ്പോൾ സഹോദരങ്ങളെ, ഈ വിധത്തിലുള്ള ഒരുപാട് ഗുണങ്ങൾ ഇസ്തിഗ്ഫാറിലൂടെ നമുക്ക് ലഭിക്കുവാനുണ്ട്. ആ രൂപത്തിലുള്ള ഫലങ്ങളൊക്കെ നേടിയെടുക്കുന്നതിൻ്റെ പുറമേ വേറെയും ഒരുപാട് ഫലങ്ങൾ ഈ ഇസ്തിഗ്ഫാറിലൂടെ നമുക്ക് നേടിയെടുക്കുവാനുണ്ട് എന്ന് വിശുദ്ധ ഖുർആനിലൂടെയും തിരുസുന്നത്തിലൂടെയും ഇനിയും നമുക്ക് വിവരിക്കുവാനുണ്ട്. ഇൻഷാ അല്ലാഹ് നമ്മുടെ അടുത്ത അവസരത്തിൽ ആ ബാക്കിയുള്ള കാര്യങ്ങൾ വിവരിക്കാം.
ഇന്ന് ഈ 7 കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതൊക്കെ വളരെ കൃത്യമായി തന്നെ ഇതിൻ്റെ പ്രാധാന്യം പുണ്യവുമൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ധാരാളം ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കുവാനുള്ള തൗഫീഖ് നമുക്ക് ഓരോരുത്തർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ അമലുകൾ അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. പാപങ്ങൾ പൊറുത്തു തരുമാറാകട്ടെ. ജന്നത്തിൽ ഇടം നൽകുമാറാകട്ടെ. ജഹന്നമിൽ നിന്ന് രക്ഷ നൽകുമാറാകട്ടെ.